പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച എന്നുള്ളത് നമ്മുടെ ജോലിയോ നമ്മുടെ സാലറിയോ സമൂഹം നമ്മളെ എങ്ങനെ കാണുന്നു എന്നത് ഒന്നുമല്ല. നമ്മുടെ ഉയർച്ച നമ്മുടെ ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നാഫി ഇബ്നു അബ്ദുൽ ഹാരിസിനെ ഉസ്ഫാനിൽ വെച്ചുകൊണ്ട് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം ഗവർണറാണ്, ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹത്തെ ഉസ്ഫാനിൽ വെച്ച് കണ്ടപ്പോൾ നാഫിഇനോട് ഉമർ റളിയല്ലാഹു തന്റെ ചോദ്യം, മനിസ്തഅമൽത അലാ അഹ്ലിൽ വാദി, നിങ്ങൾ ആരെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പ്രദേശത്തെ മക്കയുടെ ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ മറുപടി, ഇബ്നു അബ്സയെയാണ് ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പേര് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു തന്നെ ചോദിക്കുന്നു, മൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? ആരെയാണ് നിങ്ങൾ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? ഉടനെ നാഫിഇന്റെ മറുപടി, മൗലം മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു അടിമയാണ്, ഒരു മൗലയാണ്. ഒരു മൗലയെയാണ് ഞാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തന്റെ ചോദ്യം, ഫസ്തഖലഫ്ത അലൈഹിം മൗലം മിൻ മവാലീന, നിങ്ങൾ ഒരു അടിമയെയാണോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്? ഗവർണറായി ഒരു വലിയ പ്രദേശത്തിന്റെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു മൗലയായ മനുഷ്യനെയാണോ? പ്രിയമുള്ളവരെ, അതിന് ഇമാം നാഫി നൽകിയ മറുപടി അത് വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. അദ്ദേഹം നൽകുന്ന മറുപടി, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അദ്ദേഹം മൗലയാണെങ്കിലും ഉമർ അറിയുക, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിൽ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഇൽമുള്ള മനുഷ്യനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് ചോദിച്ചില്ല ഉമർ. അറിയുക, അല്ലാഹുവിന്റെ കിതാബിൽ അറിവുള്ള വ്യക്തിയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല പറയുന്നു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ, അറിയുക, നിങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയൽഉ ബിഹി ആഖരീൻ. ഇതാ അല്ലാഹു തആല ഈ കിതാബ് കൊണ്ട് ചില ആളുകളെ ഉയർത്തും. അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട്, അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് അവർക്കൊരു പക്ഷേ നാട്ടിൽ പേരുണ്ടാകണമെന്നില്ല, ഉയർന്ന ജോലികൾ ഉണ്ടാകണമെന്നില്ല, മറ്റു ഭൗതികമായ നമ്മൾ കാണുന്ന ഉയർച്ചകൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ റബ്ബ് ഉയർത്തുന്നത് അവന്റെ കിതാബ് കൊണ്ടാണ്. അവന്റെ കിതാബിൽ ഇൽമില്ല എങ്കിൽ, അവന്റെ കിതാബിൽ അറിവില്ല എങ്കിൽ അല്ലാഹു തആല അവരെ താഴ്ത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ഉയർച്ച ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്. നമ്മുടെ തൂക്കം ഖുർആനിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനനുസരിച്ചു കൊണ്ടാണ്.